കോഴിക്കോട് ICU പീഡന കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് അതിജീവിത 24നോട്. പീഡന കേസിൽ തന്നെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടി വേണമെന്നാണ് യുവതിയുടെ ആവശ്യം. വിനീഷ് കുമാറിനൊപ്പം യുവതി തത്സമയം ചേരുന്നു. വിനീഷ് കുമാർ, വിവരങ്ങൾ. നമുക്കറിയാം, ICU പീഡന കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ, അതായത് ഈ ICUവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മയങ്ങുന്നതിനിടയിലാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ അതിക്രമം നടത്തിയ അറ്റൻഡറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പക്ഷേ മറ്റുള്ളവർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. അതായത് ഇവരെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ. എന്നാൽ ഇവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു അനുകൂല നിലപാടാണെന്ന് അതിജീവിത പറയുന്നുണ്ട്. അതിജീവിത ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി എന്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്? മുഖ്യമന്ത്രി വളരെ നമുക്ക് അനുകൂലമായ നല്ല സഹകരണത്തോടെയാണ്, ഞങ്ങളെ വലിയ സ്വീകരണത്തോടെയാണ് കണ്ടതും സംസാരിച്ചതും. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ആരോഗ്യമന്ത്രിയെയും കണ്ടു. അവരും അതുപോലെ തന്നെ ഇതിന് വേണ്ട എല്ലാ നടപടിയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പീഡനം നടത്തിയ ആള് പിന്നെ ശശീന്ദ്രനെ തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അയാളെ പിരിച്ചുവിടുന്നത്. പക്ഷേ അതിലൊരു 5ഓളം ജീവനക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോഴും സർവീസിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നവരൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും അവിടെ തന്നെയാണ്. അത് ആ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരെ പിന്നെയും തിരിച്ചെടുത്തു. അങ്ങനെ അന്ന് തന്നെ സമരം ചെയ്തപ്പോഴാണ് അവരെ പിരിച്ചുവിട്ടത്. അത് കഴിഞ്ഞ് അവരെ ഒരു താൽക്കാലികമായിട്ടൊരു സ്ഥലം മാറ്റം ഒരു 2-3 മാസം കൊണ്ട് അവരെ പിന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വളരെ എന്താ പറയുക, ഒരു വിഷമമുള്ള ഒരു സംഭവമാണ്. ഇതിൽ പല തെളിവുകളും അല്ലെങ്കിൽ അതിന് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും അവരവിടെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റണം എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ആ സമയത്ത് അന്ന് ഡോക്ടർ പ്രീതി, അതേപോലെ തന്നെ ഫാത്തിമ ബാനു, ഇങ്ങനെ 2 ഡോക്ടർമാർ നിങ്ങൾക്കെതിരായി, അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പോലും അവർ കൃത്രിമം കാണിച്ചു എന്നുള്ള ആരോപണമൊക്കെ അന്നുണ്ടായിരുന്നു. അവരും ഇപ്പോൾ സർവീസിൽ തുടരുന്നുണ്ട്. ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു? ഏതെങ്കിലും രീതിയിൽ വകുപ്പ് തല നടപടി എന്തെങ്കിലും ഇവർക്കെതിരെ എടുക്കാമെന്നെന്തെങ്കിലും ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവർക്കെതിരെ ഉടൻ തന്നെ, ചിലപ്പോൾ ഇന്ന് തന്നെ അവർക്കെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള പരാതികളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ പ്രീതിക്കെതിരെ അന്ന് തന്നെ ഞാൻ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു നടപടിയും മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഈ സർക്കാരിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാനും ഇന്നലെ എൻ്റെ സമരസമിതി നൗഷാദ് ഖാൻ, അതുപോലെ മുൻ MLA UC രാമന്, ഞങ്ങൾ വുമൺ ജസ്റ്റിസിൻ്റെ മുബീനത്തെ, അങ്ങനെ നമ്മൾ ഒരുപാട്, പക്ഷെ എല്ലാവരെയും അകത്തേക്ക് കയറ്റുകയും നമ്മൾ പറയാനുള്ളത് മൂപ്പര് ക്ഷമയോടെ കേട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ച് തരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിന് വളരെ പ്രതീക്ഷയാണ്. കാരണം മുൻ സർക്കാരിനെ ഞാൻ കാണാൻ പോയിട്ട് ഉടനെ ഉണ്ടാവും നടപടി എന്നാണ് പറഞ്ഞത്. ഉടനെ ഉണ്ടാവുന്നതാണ്, പെട്ടെന്ന് ഉണ്ടാവും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ എന്തായാലും അവർ പറയുന്നു ഉടൻ തന്നെ നടപടി ഉണ്ടാവുന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നിരവധി തവണ നിവേദനം കൊടുക്കുകയും പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ VD സതീശനുമായി ഇന്നലെ നടത്തിയിരിക്കുന്ന ചർച്ചയിലൂടെ അത് അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അതിജീവിതം നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.